സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. നിനക്ക് ഞാൻ 70 കൊല്ലം തന്നു, 60 കൊല്ലം ജീവിക്കാൻ അവസരം തന്നു. എന്തേ മോനെ നീ ആ 70 കൊല്ലം നീ എന്ത് ചെയ്തു? എന്താണ് നീ ചെയ്തത്? 60 കൊല്ലം നീ എന്താണ് ചെയ്തത്? നീ എവിടെ പോയി? നീ എവിടെ വന്നു? എന്തെല്ലാം ചെയ്തു എന്ന് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിന് വ്യക്തമായ മറുപടി, ശക്തമായ മറുപടി, കൃത്യമായ ആൻസർ പറയാതെ അനങ്ങാൻ സാധ്യമല്ല. ഒരു തട്ടുത്തരവും അവിടെയില്ല. ഒരാളുടെയും റെക്കമെൻഡ് അവിടെയില്ല. ഒരാളുടെയും റെക്കമെൻഡേഷൻ അവിടെയില്ല. നിന്റെ ആയുസ്സിനെ സംബന്ധിച്ച്, എന്റെ ആയുസ്സിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഫീമ അഫ്നാ, നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? നീ എന്തിനു വേണ്ടിയാണ് നിനക്ക് തന്ന ആയുസ് ചെലവഴിച്ചത് എന്ന് ചോദ്യം ചെയ്യപ്പെടുമ്പോ നമുക്കെന്ത് പറയാനുണ്ട്? വീണ്ടും ചോദ്യമാണ്. യുവത്വത്തിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. പ്രിയപ്പെട്ട യുവാക്കളെ, യുവാക്കളെ, എന്റെ കരളിന്റെ കഷ്ടങ്ങളായ യുവാക്കളെ, നിങ്ങൾ പള്ളിയിൽ കയറണേ, നിങ്ങൾ നിസ്കരിക്കാൻ മുന്നോട്ട് വരണേ. നിങ്ങൾ അതാ എത്ര തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിലും നിങ്ങൾ റബ്ബിനെ മറക്കരുത്, അല്ലാഹുവിനെ മറക്കരുത്. നിങ്ങൾക്ക് തന്ന യുവത്വത്തിനെ സംബന്ധിച്ച് നാളെ റബ്ബ് ചോദ്യം ചെയ്യപ്പെടും. നീ എന്തിനു വേണ്ടി വിനിയോഗിച്ചോ? നീ റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചോ? നീ ദീനിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചോ? നീ നിന്റെ മാതാപിതാക്കൾക്ക് ഖിദ്മ ചെയ്തോ? നീ റബ്ബിന് വേണ്ടി എന്ത് ചെയ്തു? നീ ഇസ്ലാമിന് വേണ്ടി എന്ത് ചെയ്തു? നീ ദീനിന് വേണ്ടി എന്ത് ചെയ്തു? ഇല്ല, പറയാനൊന്നുമില്ല. വീണ്ടും ചോദ്യമാണ്. റബ്ബ് തന്ന സമ്പത്ത്, റബ്ബ് തന്ന പണം, റബ്ബ് തന്ന മുതല് എന്തിനു വേണ്ടി ചെലവഴിച്ചു? അതേ അല്ല ചോദ്യം ചെയ്യപ്പെടുകയാണ്. റബ്ബ് തന്ന അതേ, റബ്ബ് തന്ന അതേ സമ്പത്ത് എന്തിനാ മോനെ നീ ചെലവഴിച്ചത്? അപ്പോൾ എന്ത് പറയാനുണ്ട്? റബ്ബിന്റെ മാർഗത്തിൽ നമ്മൾ എന്ത് ചെലവഴിച്ചു? എന്ത് കൊടുത്തു? കൊടുത്തിട്ടുണ്ട് പേരിന് വേണ്ടി, കൊടുത്തിട്ടുണ്ട് പ്രശസ്തിക്ക് വേണ്ടി, കൊടുത്തിട്ടുണ്ട് പവറിന് വേണ്ടി. എല്ലാ അള്ളാന്റെ മാർഗത്തിലോ അള്ളാന്റെ പൊരുത്തത്തിലോ എന്ത് ചെലവഴിച്ചു എന്ന് ചോദ്യം ചെയ്യപ്പെടും. എന്നിട്ട് ചോദിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, നീ എന്തിന് ചെലവഴിച്ചു? എന്തിന് വിനിയോഗിച്ചോ എന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അല്ലാഹ് ഈ 4 കാര്യങ്ങൾക്ക് വ്യക്തവും ശക്തവും യുക്തവുമായ കൃത്യവുമായ മറുപടി പറയാതെ ഒരാൾക്കും കാലി അനക്കാൻ സാധ്യമല്ല. ഒരാൾക്കും മുന്നോട്ട് ചലിക്കാൻ സാധ്യമല്ലല്ലോ. യാസീൻ സൂറത്തിൽ അല്ലാഹ് പറഞ്ഞില്ലേ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അതേ വായ കൊണ്ട് ഘോരം സംസാരിച്ചു, വായ കൊണ്ട് ഘോരം ഫിത്ന പറഞ്ഞ്, വായ കൊണ്ട് അതേ ഘോരം ഫസാദ് പറഞ്ഞ്, വായ കൊണ്ട് എല്ലാ ഫിത്രയും ഫസാദും പറഞ്ഞ മനുഷ്യ, ഗൈബത്ത് പറഞ്ഞ മനുഷ്യ, നമീമത്ത് പറഞ്ഞ മനുഷ്യ, സുബ്ഹാനല്ലാഹ്, അതേ റബ്ബിന്റെ
ദിക്റിലേക്ക് വരാതെ, റബ്ബിന്റെ സ്വലാത്തിലേക്ക് വരാതെ, റബ്ബിന്റെ നല്ല കാര്യങ്ങളിലേക്ക് വരാതെ അതേ ഘോരഘോരം സംസാരിച്ചവനുണ്ടല്ലോ, അവന്റെ നാവിന് സീൽ വെച്ചു പോയി. അവന്റെ വായക്ക് സീൽ വെച്ചു പോയി. അവരുടെ കരങ്ങള് സംസാരിച്ചു പോയി, കൈകള് സംസാരിക്കുകയാണ്. അതേ കാലുകൾ സാക്ഷി നിൽക്കുകയാ, കാലുകൾ സാക്ഷി നിൽക്കുകയാ, കാലുകൾ സാക്ഷി നിൽക്കുകയാ. ഹറാം ചെയ്തത്, ഹറാം കണ്ടത്, ഹറാം പിടിച്ചത്, ഹറാമിലേക്ക് നടന്നത്, കള്ള് കുടിച്ചത്, കഞ്ചാവടിച്ചത്, ബ്രൺ ഷുഗർ വെച്ചത്, വാപ്പ കാണാതെ, ഉമ്മ കാണാതെ, ഭാര്യ കാണാതെ, ചേട്ടൻ കാണാതെ, അനുജൻ കാണാതെ, മക്കളെ കാണാതെ, മടിയിൽ വെച്ചിട്ട് അതേ നാവിൻ്റെ അടിയിൽ അതാ അതേ നീ വെച്ചതാകുന്ന ചൈനിക്കേനിയുണ്ടല്ലോ, അതല്ലെങ്കിൽ അതുപോലത്തെ അവസ്ഥാക്കുന്ന സാധനമുണ്ടല്ലോ, നീ വെച്ചതും ആരും കാണാതെ വെച്ചതും അതാ നിന്റെ വായക്ക് സീല് വെച്ച് പോയി, നിന്റെ കാലുകൾ സമ്പദാ സാക്ഷി നിന്ന് പോയി. അല്ലാ, കോളേജിലേക്ക് പോയപ്പോ നീ വീട്ടിൽ നിന്ന് അതേ നല്ല സുന്ദരനായി പോയതാണ്, നല്ല അച്ചടക്കത്തോടെ കൂടി പോയതാണ്. വാപ്പ അറിയുന്നില്ല, ഉമ്മ അറിയുന്നില്ല, ചേട്ടൻ അറിയുന്നില്ല, ആരും അറിയുന്നില്ല. കോളേജ് കട്ട് ചെയ്തു, ക്ലാസ് കട്ട് ചെയ്തു, നീ കാമുകന്റെ കൂടെ, കാമുകിയുടെ കൂടെ പാർക്കിലും ബീച്ചിലും ചുറ്റിക്കറങ്ങിയത്, ബസ് സ്റ്റാൻഡിലും അതുപോലെ അതുപോലെ പല സ്ഥലത്തും കയറിയിറങ്ങിയത്, എല്ലാം രേഖ വന്നു പോയി, എല്ലാം കൃത്യമായി വന്നു പോയി. നീ സ്കൂട്ടറിൽ പോകുമ്പോ ഹെൽമെറ്റ് ഇടാതെ പോയതും, നീ കാറില്ലതാ സഞ്ചരിക്കുമ്പം സീറ്റ് ബെൽറ്റ് ഇടാതെ പോയതും, റോഡ് സൈഡുകളിൽ ഫിറ്റ് ചെയ്ത ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തിട്ട് നിന്റെ ഫോണിലേക്ക് ഫോട്ടോ വരുമ്പോ നീ ചിന്തിക്കുന്നു, പടച്ച റബ്ബേ എത്ര ക്ലിയറാണ്, എത്ര അതാ സ്പഷ്ടമാണ്, എത്ര ക്ലിയറാണ് ഈ കൈ ഫോട്ടോ എന്ന് നീ ചിന്തിക്ക് പോകുമ്പോ, മോനെ മോളെ യുവാക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, രക്ഷിതാക്കളെ, ഭർത്താവുമ്മമാരെ, ഭർത്താവ് ഗൾഫിലാണ്, മക്കളതാ വീട്ടിൽ നിന്ന് നഴ്സറിയിലേക്ക് പോയതാണ്, വീട്ടിലാരുമില്ല, ഒറ്റക്കാണ് വീട്ടില്, മൊബൈൽ എടുത്തിട്ട് അതാ സംസാരമാണ്. ആരോടാ സംസാരം? അതേ ഭർത്താവ് അറിയാത്ത കാമുകനുമായിട്ട് സംസാരമാണ്. ബസ്സിൽ നിന്ന് പരിചയപ്പെട്ട, ഓട്ടോറിക്ഷയിൽ നിന്ന് പരിചയപ്പെട്ട, ബസ് സ്റ്റാൻഡിൽ നിന്ന് പരിചയപ്പെട്ട അതേ അന്യപുരുഷനുമായി പരിചയമാണ്, സംസാരമാണ്. اليوم نختم على أفواههم وتكلمنا أيديهم. അതേ നാവിന് സീല് വെച്ച് പോയി, കൈകള് സംസാരിച്ച് പോയി. വതശ്ഹദു അർജുലുഹും, കാലുകൾ സാക്ഷി നിന്ന് പോയി, കാലുകൾ സാക്ഷി നിന്ന് പോയി. ആരെ കാലാണ്? മറ്റൊരാളുടെ കാലല്ലല്ലോ, സ്വന്തം കാലാണല്ലോ, സ്വന്തം കൈയാണല്ലോ സംസാരിക്കുന്നത്, സ്വന്തം കാലാണല്ലോ സാക്ഷി നിൽക്കുന്നത്. അല്ലാ 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 അല്ലാ, ആരും അറിയാതെ അതേ കല്യാണാലോചനയ്ക്ക് വേണ്ടി അഭിപ്രായം ചോദിക്കാൻ വന്നപ്പോ കല്യാണം മുടക്കിയതും അല്ലാ. അങ്ങനെ എന്തെല്ലാം ഫിത്നയുണ്ടോ, എന്തെല്ലാം ഫസാദുണ്ടോ, ആരും അറിഞ്ഞില്ലെന്ന് നീ വിചാരിക്കണ്ട, ആരും കണ്ണില്ലെന്ന് നീ ധരിക്കണ്ട. അതേ മാലി ഹാദൽ കിതാബ് യാ വൈലതനാ യാ
ويلتنا لا يغادر صغيرة ولا كبيرة إلا أحصاها ആരും കാണാതെ സ്വകാര്യമായി ചെയ്തതും ആരും കാണാതെ സ്വകാര്യമായി പറഞ്ഞതും സ്വകാര്യമായി കട്ടതും എല്ലാ ക്യാമറകളും ഒളിപ്പിച്ച് അതെല്ലാം ഓഫ് ചെയ്തിട്ട് എല്ലാ ക്യാമറ കണ്ണുകളും മറച്ചു വെച്ചിട്ട് നീയതാ വഞ്ചിച്ചതും നീയതാ ചതിച്ചതും എല്ലാവരെയും പറ്റിച്ചതും കളവ് പറഞ്ഞതും കളവ് ചെയ്തതും അമാനത്തായി നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങളിൽ വഞ്ചിച്ചതും ലാ യുഗാദിറു സഗീറതൻ വലാ കബീറത ചെറുതും വലുതുമുണ്ടല്ലോ എല്ലാമുണ്ടല്ലോ യാ വൈലത്തനാ എന്റെ നഷ്ടമേ എന്റെ ദുഃഖമേ എന്റെ ഖേദമേ എന്റെ സങ്കടമേ എന്തൊരു കിതാബാണ് എന്തൊരു കിതാബാണ് എന്തൊരു ക്യാമറയാണ് വല്ലാത്ത ക്യാമറ തന്നെ എന്നവിടുന്ന് വിലപിക്കുമ്പോ എന്നവിടുന്ന് വിളിച്ചു പറയുമ്പോ മിണ്ടല്ല മിണ്ടല്ല കൈകൾ സംസാരിക്കട്ടെ കാലുകൾ സാക്ഷി നിൽക്കട്ടെ ഓ ഉമ്മ ഓ പെങ്ങളെ ഓ രക്ഷിതാക്കളെ ഇതൊക്കെ പറയുമ്പോ ഇതൊക്കെ ഇല്ലാ കഥകളാണെന്ന് പറഞ്ഞിട്ട് കളിയാക്കണ്ട പരിഹസിക്കണ്ട അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത് അല്ലാഹുവാണ് പറയുന്നത് ഇതൊക്കെ ചിന്തിച്ച് ജീവിച്ചവരാണ് ഇതൊക്കെ ചിന്തിച്ച് ഹറാമിൽ നിന്ന് വിട്ടുനിന്നവരാണ് ഇതൊക്കെ ചിന്തിച്ച് ഹഖദാ ഒരു കറാഹത്ത് പോലും ചെയ്യാത്തവരാണ് കഴിഞ്ഞു പോയ മഹാരഥന്മാര് കഴിഞ്ഞു പോയ മഹാന്മാര് അവരൊരു തെറ്റും ചെയ്തിട്ടില്ല അവരൊരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല ഒരു ഹറാമ് പോയിട്ട് ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല കാരണം നാളെ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയണമെന്ന് ചിന്തിച്ചവരാണ് നാളെ റബ്ബിന്റെ കോർട്ടിൽ ആരുമില്ലാത്ത സമയം വാപ്പ മക്കളെ വിട്ട് പിരിയുന്ന സമയം മക്കളെ വാപ്പയെ ശ്രദ്ധിക്കാത്ത സമയം ഭാര്യ ഭർത്താവിനെ ശ്രദ്ധിക്കാത്ത സമയം ഭർത്താവ് ഭാര്യ മെയിൻറ്റ് ചെയ്യാത്ത സമയം നേതാവ് അനുയായിയെ ശ്രദ്ധിക്കാത്ത സമയം ആ സമയത്ത് റബ്ബിന്റെ മുന്നിൽ രാജാതിരാജാവായ റബ്ബിന്റെ മുന്നിൽ കോടാനുകോടി സൃഷ്ടികളുടെ മുമ്പിൽ അതേ ചോദ്യം ചെയ്യപ്പെടുമ്പോ ഭക്ഷണത്തരത്തിലാകണോ നാണക്കേടിലാകണോ വേണ്ടെങ്കിൽ മടങ്ങണം റബ്ബിലേക്ക് മടങ്ങണം നല്ല ജീവിതത്തിലേക്ക് മടങ്ങണം ഹറാമ് വലിച്ചെറിഞ്ഞ് മറങ്ങണം കള്ള് വലിച്ചെറിഞ്ഞ് മടങ്ങണം അതേ മയക്കുമരുന്നിന്റെ അടിമകളിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് മാറി നിന്ന് സ്വകാര്യമായി ചെയ്തതും കൂട്ടമായി ചെയ്തതും എല്ലാം റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് റബ്ബേ ഇനി ഞാനൊരിക്കലും ചെയ്യില്ല എന്നെ റബ്ബ് പടച്ചത് ഈ ദുനിയാവിലേക്ക് പ്രതിനിധിയായിട്ടാണെന്നുള്ള ബോധത്തോട് കൂടി നാളത്തെ ജീവിതമാണ് വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ ഖൈറും വഅബ്ഖാ നാളെ ശാശ്വതമായ ജീവിതമാണ് ഇത് നശ്വരമായ ജീവിതമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് റബ്ബ് എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് തന്നത് കാലില്ലാത്തവരില്ലേ കയ്യില്ലാത്തവരില്ലേ കണ്ണില്ലാത്തവരില്ലേ സുബ്ഹാനല്ലാഹ് രണ്ട് കാലും നഷ്ടപ്പെട്ടവരുണ്ട് രണ്ട് കൈയും നഷ്ടപ്പെട്ടവരുണ്ട് കിഡ്നി രണ്ടും നഷ്ടപ്പെട്ടവരുണ്ട് കിഡ്നി മാറ്റിവെച്ചവരുണ്ട് കണ്ണ് നഷ്ടപ്പെട്ടവരുണ്ട് ചെവി നഷ്ടപ്പെട്ടവരുണ്ട് എത്ര ആളുകളാ എത്ര
എത്ര ആളുകളാ ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും നമ്മുടെ ബസ്സിന് കാത്തു നിൽക്കുമ്പോ അല്ലെങ്കിൽ റോട്ടിലൂടെ നടന്നു നീങ്ങുമ്പോ ചില ആളുകളെ പറയാറില്ലേ, അതേ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകള് അവരുടെ കയ്യിലുള്ള വടിയുമായിട്ട് തപ്പി തടഞ്ഞു പോകുമ്പോ അതാ വിളിച്ചു പറയുന്നു, ആരെങ്കിലും ഒന്ന് എന്നെ അക്കരെ ആക്കി തരുമോ, റോഡ് മുറിച്ചു തരുമോ? നല്ല സന്മനസ്സുള്ളവർ ആ കണ്ണ് കാണാത്തവരെ കയ്യും പിടിച്ചിട്ട് റോഡ് മുറിച്ചു കടത്തി കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. കാലിന് ശക്തിയില്ലാത്തവർ അതേ എത്ര ആളുകളാണ് സുബ്ഹാനല്ലാഹ്. നമുക്ക് രണ്ട് കാലും തന്ന റബ്ബ് ഇന്ന് വരെ കാലില്ലാത്തവരെ കുത്തിപ്പിടിക്കുന്ന വടി പിടിക്കേണ്ട ഒരവസ്ഥ റബ്ബ് നമുക്ക് തന്നിട്ടില്ല. ഇന്ന് വരെ കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് മറ്റൊരാളുടെ സഹായത്തോടുകൂടി റോഡ് മുറിച്ചു കടക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. അതേ സംസാരിക്കാൻ കഴിവില്ലാത്തതിന്റെ പേരിൽ ആംഗ്യം കാണിക്കേണ്ട ഒരവസ്ഥ റബ്ബ് നമുക്ക് തന്നിട്ടില്ല. ചെവി കേൾക്കാത്തതിന്റെ പേരിൽ അതേ ഒരു വിഷമം നമുക്ക് റബ്ബ് തന്നിട്ടില്ല. എത്ര ആളുകളാണ് അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. മോനെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റബ്ബ് കണ്ണിന്റെ കാഴ്ചയെങ്ങാനും പിൻവലിച്ചാൽ, റബ്ബ് കാലിന്റെ കാഴ്ച ശക്തിയെങ്ങാനും പിൻവലിച്ചാൽ, റബ്ബ് അതാ കിഡ്നിയുടെ അതേ പ്രവർത്തനമെങ്ങാനും സ്തംഭിപ്പിച്ചാൽ, ഹാർട്ടിന്റെ പ്രവർത്തനം വന്ന് നിലപ്പിച്ചാൽ ആരാണ് പകരം തരാനുള്ളത്? ആർക്കും കഴിയില്ല. ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കൃത്രിമമായി വല്ലതും ചെയ്തെന്ന് വന്നേക്കാം. അതും താൽക്കാലികമാണ്. അതും ഗുളിക കൊടുത്തിട്ടല്ലേ പ്രവർത്തിപ്പിക്കുന്നത്. അതേ റബ്ബ് തന്ന കിഡ്നിക്ക് പകരം തരാനാരുണ്ട്? റബ്ബ് തന്ന കണ്ണിന് പകരം തരാനാരുണ്ട്? റബ്ബ് തന്ന ഹാർട്ടിന് പകരം തരാനാരുണ്ട്? ആരാരുമില്ല. അതല്ലേ വഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹ് ചെയ്തെന്ന നിഅമത്തുകളെ ഓർക്കുകയാണെങ്കിൽ, എണ്ണുകയാണെങ്കിൽ കണക്കാക്കാൻ കഴിയൂല. ആ റബ്ബിനെ മറന്ന്, റബ്ബ് തന്ന വായു ശ്വസിച്ച്, റബ്ബ് തന്ന വെള്ളം കുടിച്ച്, റബ്ബ് തന്ന ചുണ്ടുകൊണ്ട്, റബ്ബ് തന്ന നാവ് കൊണ്ട് കള്ള് കുടിക്കുന്ന മനുഷ്യ, കഞ്ചാവ് വെക്കുന്ന മനുഷ്യ, റബ്ബ് തന്ന കാല് കൊണ്ട് മോശമായ പ്രവർത്തനത്തിലേക്ക് നടക്കുന്ന മനുഷ്യ, റബ്ബ് തന്ന കൈ കൊണ്ട് അതേ ആലിമീങ്ങളെ പണ്ഡിതന്മാര് ചീത്ത പറയാൻ വേണ്ടി, അതേ ട്രോളാൻ വേണ്ടി, കളിയാക്കാൻ വേണ്ടി വാട്സാപ്പിലും ഫേസ്ബുക്കിലും അതേ ചാറ്റിംഗ് നടത്തുന്ന, കൈകൊണ്ട് ചാറ്റിംഗ് നടത്തുന്ന, എഴുതി വിടുന്ന മനുഷ്യ, നിന്റെ എഴുത്തുകളൊക്കെ നിൽക്കുന്നൊരു ദിവസമുണ്ട്. നിന്റെ ട്രോളുകളൊക്കെ നിൽക്കുന്നൊരു ദിവസമുണ്ട്. നിന്റെ പരിഹസിക്കലും, നിന്റെ കളിയാക്കലും, നിന്റെ അതാ പുച്ഛിച്ച് തള്ളലും എല്ലാം അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്. നാളെ റബ്ബ് ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസത്തിൽ അതേ മറുപടി പറയേണ്ടി വരും എന്ന ബോധത്തോടു കൂടി നീ ട്രോളിക്കോ.
അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവിനെ മറന്ന് പരിശുദ്ധ ദീനിനെ മറന്ന്